കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തൊഴിൽ, 3000 രൂപ ക്ഷേമ പെൻഷൻ, അതിവേഗ റെയിൽപാത, പട്ടികജാതി വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് 2 ഏക്കർ ഭൂമി തുടങ്ങി വമ്പൻ പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വെച്ച് LDF പ്രകടന പത്രിക. ക്ലീൻ പമ്പ, ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തീകരണം, ദേവസ്വം ബോർഡിന്റെ പരിധിയിൽ വരാത്ത ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർക്കും ജീവനക്കാർക്കും ക്ഷേമനിധി തുടങ്ങിയ വാഗ്ദാനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഉണ്ട്. അമ്പരപ്പിക്കുന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളില്ലാതെയാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. 2 തവണയായി 10 വർഷം പിന്നിടുന്ന സർക്കാരിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെ വേണം ഈ പ്രകടന പത്രികയെ വിശേഷിപ്പിക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ക്ഷേമ പെൻഷനുകളെല്ലാം 3000 രൂപയെ ഉയർത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് 3000 രൂപയെ പെൻഷൻ ഉയർത്തുമെന്ന്. എന്നാൽ അതിനേക്കാൾ വലിയ തുകയും വോട്ടർമാർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എല്ലാ സാമൂഹ്യ പെൻഷനുകളും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒപ്പം റബ്ബറിന് 300 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരിക്കുന്നു. നെല്ലിന് 35 രൂപയും നാളികേരത്തിന് 45 രൂപയുമായി വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. സ്ത്രീകളുടെ 50% ആളുകൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. വർക്ക് നിയർ എന്ന പ്രത്യേക പദ്ധതി, അതായത് വീടിന് അടുത്തുള്ള ഇടങ്ങളിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വർക്ക് നിയർ പദ്ധതി നടപ്പാക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികൾക്ക് കണക്ട് ടു വർക്ക് എന്ന പദ്ധതിയും ബാക്ക് ടു ക്യാമ്പസ് എന്ന പദ്ധതിയും നടപ്പിലാക്കുന്നു. അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതരായ ആളുകൾക്ക് വായ്പ നൽകി, പലിശരഹിതമായി വായ്പ നൽകി സംരംഭങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നടപടി കൈക്കൊള്ളുന്നു. ഒപ്പം കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിധി 5 ലക്ഷത്തിൽ നിന്നും പൂർണ്ണമായി എടുത്തു കളഞ്ഞിരിക്കുന്നു. പരിധികളില്ലാത്ത ചികിത്സ ഇനി ആശുപത്രികളിൽ ലഭ്യമാവും. ഒപ്പം ഈ കാരുണ്യ പദ്ധതിയിലും അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളോ പെടാത്ത ആളുകൾക്ക് മറ്റൊരു പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കും. അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് പലിശരഹിത വായ്പ, കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ്, വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ, ഇടുക്കി, വയനാട്, കാസർഗോഡ്, കുട്ടനാട് പാക്കേജുകളുടെ തുടർച്ച ഈ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി മുൻവർഷങ്ങളിലെ പോലെ തന്നെ നടപ്പിലാക്കും. ഒപ്പം കേരള ചിക്കൻ മാതൃകയിൽ ആടുഗ്രാമം, പോത്തുഗ്രാമം, മുയൽഗ്രാമം പോലുള്ള പദ്ധതികൾ എല്ലാ പഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ പദ്ധതി നടപ്പിലാക്കും എന്ന് ഈ പ്രകടന പത്രിക വ്യക്തമാക്കുന്നു. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, കൊല്ലം ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. വയനാട്ടിലും ഇടുക്കിയിലും എയർ സ്ട്രിപ്പ് ഉണ്ടാവും. ലൈഫ് മിഷൻ 2.0 എന്ന രീതിയിൽ 2ാം ഘട്ട ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ മുഴുവൻ ഭവനരഹിതരായ ആളുകൾക്കും വീടുകൾ നിർമ്മിക്കും. രാജ്യത്തെ പാർപ്പിട പ്രശ്നം ഇല്ലാത്ത ഏക സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യം. ഒപ്പം ഏറെ ചർച്ചയായി മാറിയിരിക്കുന്ന എയിംസ്, ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഒരു അനുകൂല നിലപാട് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അന്തർദേശീയ നിലവാരത്തിൽ എയിംസിനേക്കാൾ മികച്ച മെഡിക്കൽ ഗവേഷണ ആശുപത്രി സ്ഥാപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഏറെ സാമൂഹ്യ പ്രസക്തിയുള്ള, സ്ത്രീകളെ സംബന്ധിച്ചും ഏറെ ഗുണകരമായ സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ആർത്തവ അവധി നൽകുമെന്നും ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നേരത്തെയുള്ള മാനിഫെസ്റ്റോകളുടെ അല്ലെങ്കിൽ പ്രകടന പത്രികകളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇത്തവണയും. വലിയ ഞെട്ടിക്കുന്ന പ്രസ്താവനകളില്ല. താങ്ങുവിലയാണെങ്കിലും പെൻഷനുകളും ഒക്കെ ബന്ധപ്പെട്ടും ഒരു പ്രതീക്ഷിക്കപ്പെട്ട രീതിയിലുള്ളൊരു മാറ്റം തന്നെയാണുള്ളത്. എന്തായാലും പറഞ്ഞ് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിധിയും നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ആസൂത്രണം നടത്തി കൃത്യമായി നടപ്പിലാക്കുക എന്നത് തന്നെയാണ് ഈ പ്രകടന പത്രികയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നാണ് LDF കൺവീനറും മുഖ്യമന്ത്രിയും അടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെ പ്രചാരണം പൂർണ്ണമായും ഈ പ്രകടന പത്രികകളിൽ ഊന്നിയുള്ളത് തന്നെ ആയിരിക്കും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നത് മുതൽ റബ്ബറിന് 300 രൂപ താങ്ങുവില അടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി UDFന്റെ പ്രകടന പത്രിക. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, 5 ലക്ഷം വീടുകൾ തുടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടികൾക്കാണ് പ്രകടന പത്രികയിൽ മുൻഗണന. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം, സംസ്ഥാനത്ത് മുഴുവൻ ഇന്ദിരാ ക്യാൻറ്റീൻ പദ്ധതി, ആശാ വർക്കർമാരുടെ പ്രതിദിന വേതനം 700 രൂപയാക്കും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങളും പ്രകടന പത്രിക നൽകുന്നു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. നാലാമത്, നമുക്കറിയാം ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചികിത്സാ ചെലവ് 1/3 കുറയ്ക്കുന്നതിന് വേണ്ടി
ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി. അഞ്ചാമത്തത് വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. He is my political opponent. I'm fighting for election. And this is the way to express. I cannot speak like Modi. So he is my political opponent. We are fighting election. I have to explain. I'm explaining. I'm not criticizing anyone. I'm explaining the situation and reality. If someone gets offended, that is not my problem. That is their problem. Someone has to understand the reality. But the reaction in social media is from Kerala voters. Definitely they are going to react and they are going to vote for UDF. That is what I wanted. Kerala people have to react on my statement. So I am putting the real picture in front of Kerala people. They have to decide. So that is why I am appealing Kerala people to take a decision, firm decision. They have given 10 years time to Pinarayi Vijaya to run the government. He has failed to run the government. Now this is the time to take a decision from Kerala people. ഇപ്പോൾ സംസാരിച്ചത് രേവന്ത് റെഡ്ഡിയാണ്, തെലങ്കാന മുഖ്യമന്ത്രി. അദ്ദേഹം കൂടി ചേർന്നാണ് UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, LDFനെ കടത്തിവെട്ടുന്ന നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ നേരത്തെ രാഹുൽ ഗാന്ധി പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചതാണ്. അതൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ, വനിതകൾക്കുള്ള പണം, അത്തരം കാര്യങ്ങളാണ്. മറ്റെന്തൊക്കെ പ്രത്യേകതകൾ ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങളിലുണ്ട്? രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായിട്ടും ആചാര സംരക്ഷണ നിയമം ശബരിമലയിൽ ദേവസ്വം സംഘടനയിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ആചാര സംരക്ഷണ നിയമം ഉണ്ടാക്കുമെന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. അതാണ് പ്രധാനമായും. അതേസമയം തിരുവനന്തപുരത്തും കോഴിക്കോടും ലൈറ്റ് മെട്രോയും ഉണ്ടാകും. ടൂറിസത്തിന് കൂടുതൽ ഊന്നൽ നൽകും. യുവജനങ്ങൾക്ക് പ്രത്യേകിച്ചും കുടുംബശ്രീ പോലത്തെയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സംവിധാനം യുവശ്രീ എന്നുള്ള പേരിൽ അത് ഇംപ്ലിഫൈ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ്. SC/ST വിഭാഗങ്ങൾക്ക് സമയബന്ധിതമായിട്ടുള്ള അവരുടെ അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായിട്ടുള്ള അവരുടെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും പലർക്കും അത് സമയത്തിന് കിട്ടാത്ത സാഹചര്യങ്ങളും പഠനം മുടങ്ങുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരം ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് SC/ST വിദ്യാർത്ഥികളുടെ അവരുടെ ഗ്രാൻഡ് വളരെ കൃത്യമായി ലഭ്യമാക്കുന്ന തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് മാറും. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചുള്ള 5 പദ്ധതികൾ, അതായത് 5 ഗ്യാരണ്ടി പദ്ധതികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC യാത്ര, അതുപോലെ തന്നെ 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് എല്ലാ മാസവും 1000 രൂപ സ്റ്റൈപ്പൻഡായി നൽകും. അതുപോലെ യുവജനങ്ങൾക്ക് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, ഓരോ കുടുംബത്തിനും ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസിൽ നിന്നും ലഭിക്കത്തക്ക രീതിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കും. അതുപോലെ സംസ്ഥാനത്തുടനീളം ഇന്ദിരാ ക്യാൻറ്റീനുകൾ നടപ്പിലാക്കുന്നത് വിശപ്പ് രഹിത കേരളം എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പദ്ധതിയിലേക്ക് പോകുന്നത്. എന്തായാലും ഈ കിഫ്ബിയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും കിഫ്ബി പദ്ധതിയെപ്പറ്റി പുനരാലോചിക്കുമെന്ന് തന്നെയാണ് ഈ പ്രകടന പത്രികയുടെ പ്രകാശനത്തിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി പറഞ്ഞത്. കാരണം കിഫ്ബി പലപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ പരസ്യത്തിന് വേണ്ടി മാത്രം മാറിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിപ്പോയിട്ടുണ്ട് കിഫ്ബി. അതുകൊണ്ട് തന്നെ കിഫ്ബിയെ ഒപ്പം കൂട്ടണോ അതിൽ കിഫ്ബിയുമായി മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യം പുനരാലോചിച്ച ശേഷം മാത്രമേ, അതുപോലെ കേരള ബാങ്കുകളുടെ കാര്യവും ഈ ഒരു പുനരാലോചനയ്ക്ക് വിടുന്നുണ്ട് എന്നും VD സതീശൻ പറയുകയുണ്ടായി. പ്രത്യേകതകളുള്ള പ്രകടന പത്രിക UDF പുറത്തിറക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾക്കൊപ്പം മറ്റ് നിരവധി കാര്യങ്ങളും ഈ പത്രികയുടെ ഭാഗമായി ഉണ്ട് എന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സംഭവം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കുകയാണ് കോൺഗ്രസ്. വടക്കന്തറയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിലാണ് ഇന്നലെ ഒരു കൂട്ടം സ്ത്രീകൾ രമേശ് പിഷാരടിയെ തടഞ്ഞത്. പിഷാരടിക്കെതിരായ BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ന്യായീകരിച്ച് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. പിഷാരടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് തടഞ്ഞതെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. അതേസമയം സംഭവത്തിൽ രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ് രംഗത്തെത്തി.
പാലക്കാട് വോട്ട് ചോദിച്ചെത്തിയ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവം തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് പൊതു വിലയിരുത്തൽ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ തന്ത്രപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പരസ്യമായ പ്രതിഷേധങ്ങൾക്കോ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കോ അവർ തയ്യാറല്ല. മറിച്ച് ഇത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയും അതേ ഒരു കാര്യം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചതും. ഇതിൽ ജനങ്ങളാണ് വിലയിരുത്തേണ്ടതുള്ളത്. അതേസമയം ഇതിൽ LDF സ്ഥാനാർത്ഥിയുടെ നിലപാടും വളരെ ശ്രദ്ധേയമാണ്. വോട്ട് ചോദിച്ചെത്തുക എന്നുള്ളത് ഓരോരുത്തർ അവകാശമാണ്. അത് തടയാൻ അധികാരമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ മണ്ണിൽ ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. പ്രിയമുള്ള എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഒരാള് നമ്മുടെ പ്രദേശത്ത് വന്ന് വോട്ട് ചോദിച്ചിട്ട് പോകുന്നത് കൊണ്ട് നമ്മളെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ആദർശം അങ്ങനെ മാറിപ്പോകുന്നില്ല. സ്വാഭാവികമായിട്ടും BJP പ്രവർത്തകർ ഇതിനെ ന്യായീകരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയവും പ്രക്ഷോഭ വിഷയവും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ വോട്ട് ചോദിച്ചെത്തുക എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശമാണെന്നും അത് പൊതുവെ നിഷേധിക്കാൻ പാടില്ല എന്നൊരു പൊതുവികാരം അത് വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ തടഞ്ഞ സ്ത്രീകളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയെങ്കിൽ പോലും BJPയിൽ തന്നെ ഇതിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നാണ് സൂചന. ഒരുപക്ഷെ ഇത് വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളെ ഇതിന്റെ ഈ ഒരു തടഞ്ഞത് ബാധിക്കുമെന്ന തരത്തിലും ഒരു വിലയിരുത്തലുണ്ട്. ഇത്രയും നീചമായ നികൃഷ്ടമായ രീതിയിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്നും എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ലെന്നും എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ പീഡനത്തിന് വിധേയമാകുന്ന മുറിയിൽ വെച്ചുകൊണ്ട് വീഡിയോ കോൾ വിളിച്ച് ആശാൻ ഷാഫി പറമ്പിലിന് എന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രക്ഷോഭം എന്ന് പറഞ്ഞതിന് ശേഷം അത് ചർച്ച നടക്കുന്ന ഈ പാലക്കാടിന്റെ മണ്ണിൽ വ്യക്തിപരമായിട്ടാണ് ഓരോരുത്തരുടെയും വിഷയം കാണേണ്ടത് എന്നാണോ ഒരു സ്ഥാനാർത്ഥി പറയേണ്ടത്? അങ്ങനെയാണോ ഒരു സ്ഥാനാർത്ഥി പ്രതികരിക്കേണ്ടത്? അപ്പൊ സ്ഥാനാർത്ഥിയുടെ നാക്ക് സൂക്ഷിച്ച് സ്ഥാനാർത്ഥി ഉപയോഗിച്ചാൽ സ്ഥാനാർത്ഥിക്ക് സുഗമമായിട്ട് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. BJPയെ സംബന്ധിച്ച് അവർ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ വിഷയത്തിലുള്ള ഒരു പൊതുവികാരം അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെ വേണം UDFന്റെ വിലയിരുത്തൽ. LDFും ഇതിൽ സമാനമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പ്രവർത്തകരുടെ ഈ ഒരു നടപടി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ എങ്ങനെ ബാധിക്കും, എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. CB അനുമോദ്, ന്യൂസ് 18. പാലക്കാട് രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ ജനം തിരിച്ചടി നൽകുമെന്ന് ഷാഫി പറമ്പിൽ MP. മുൻപ് തനിക്കും സമാന അനുഭവം ഉണ്ടായിട്ടുണ്ട്. BJP പാലക്കാട് തോൽവി മണത്തു തുടങ്ങിയെന്നും ഷാഫി പറഞ്ഞു. ഇത് നാട്ടിലെ ജനാധിപത്യ സംവിധാനങ്ങൾ എന്താണെന്ന് അറിയാത്തവരും അറിയാൻ ശ്രമിക്കാത്തവരുമായിട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ്. സമാനമായ ഒരു ഇൻസിഡന്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാനവിടെ മത്സരിക്കുന്ന സമയത്താണ്. അന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അവിടെ നിന്ന് കിട്ടിയത്. 17,000-ലധികം വോട്ടിനാണ് അന്ന് ജയിച്ചത്. ഞാൻ ഇപ്രാവശ്യവും പറയുന്നു, ഈ ചെയ്തതിനെ ഒന്നും പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കില്ല. ആ പ്രദേശത്തെ ജനങ്ങൾ പോലും അംഗീകരിക്കില്ല. നിങ്ങൾ അതിന്റെ വിഷ്വൽസിൽ കണ്ടല്ലേ, രമേശ് പിഷാരടിയുടെ കയ്യും പിടിച്ചൊരമ്മ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ തടസ്സം നിൽക്കാൻ കഴിയുമെന്ന് ആ കൗൺസിലറോട് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ പാലക്കാട്ടെ യഥാർത്ഥ അമ്മ മനസ്സതാണ്. മറ്റത് BJP ഉണ്ടാക്കുന്ന സംഘർഷങ്ങളാണ്, കുഴപ്പങ്ങളാണ്. തോൽവി ഏകദേശം അവരും അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ കുഴപ്പങ്ങൾ. പക്ഷെ ആ കുഴപ്പങ്ങളൊക്കെ ജനങ്ങൾ അതിനുള്ള പരിഹാരക്രിയ ജനങ്ങൾ നടത്തും. അത് 9-ാം തീയതി നടത്തും, 4-ാം തീയതി അറിയും. വോട്ടെടുപ്പിന് 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെട്ടിലാക്കി നൂർബിന റഷീദ്. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം അവർ രാജിവെച്ചു. ലീഗ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുവെങ്കിലും പാർട്ടി വിടില്ലെന്നും അവർ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ ലീഗിനെ അവഗണിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിലെ സ്ത്രീകൾ കോപ്രായങ്ങൾ കാട്ടുന്നുവെന്നും നൂർബീന ആരോപിച്ചു. ഈ ഇത്രയും കാലം ഈ 2026-ൽ ഞാൻ വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങൾ വിന്നബിലിറ്റി സീറ്റാ നോക്കുന്നതെന്ന്. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, നേരത്തെ നൂർബീന നമുക്കറിയാം ഫാത്തിമ തഹലിയ വനിതാ ലീഗിന്റെ പ്രതിനിധിയല്ല എന്ന ആരോപണവുമായി രംഗത്ത് വന്നത് കണ്ടതാണ്. പക്ഷെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നും ഈ വിഷയങ്ങൾ പാർട്ടിയിൽ നീറുകയാണ് എന്നും വേണ്ടേ കരുതാൻ ഇന്നത്തെ രാജിയോടെ? തീർച്ചയായും സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടു പിന്നാലെ തന്നെ പൊട്ടിത്തെറിച്ച് അന്ന് നൂർബിന റഷീദ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതിനുശേഷവും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്
രാജിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനം ഈ നൂർബിന റഷീദിനോ മറ്റ് വനിതാ ലീഗ് നേതാക്കൾക്കോ സീറ്റ് നൽകാത്തതിലുപരി തങ്ങൾ ആർക്കൊക്കെ സീറ്റ് നൽകരുത് എന്ന് പറഞ്ഞു. അവർക്ക് തന്നെ, പ്രത്യേകിച്ചും ഫാത്തിമ തഹ്ലിയയ്ക്ക് ആ സീറ്റ് നൽകിയതാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അവസാന ഘട്ടം വരെ ഫാത്തിമയ്ക്ക് സീറ്റ് നൽകില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ ആ വാക്ക് തെറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പലതവണ പാണക്കാട് തങ്ങളുടെയും മറ്റ് നേതാക്കളുടെയും വീടുകളിൽ പോയി ആണ് ഈ സീറ്റുകൾ തരപ്പെടുത്തിയത്. പക്ഷേ താനടക്കമുള്ള ആളുകൾ വന്ന് കാണാൻ ഒരുങ്ങുമ്പോൾ തനിക്ക് കാഴ്ചയ്ക്ക് അനുവാദം തരാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് നിരന്തരം ഈ നേതാക്കളുടെ പോയി കണ്ട് സീറ്റ് തരപ്പെടുത്താൻ കഴിയാത്തൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒപ്പം ഈ പ്രചാരണ രംഗത്ത് ഈ ഇസ്ലാം സ്ത്രീകൾ പുലർത്തേണ്ട കാര്യങ്ങൾ പാലിച്ചുകൊണ്ടല്ല പ്രചാരണ രംഗത്ത് ഇപ്പോൾ മുസ്ലിം ലീഗിലെ വനിതകൾ ഉള്ളത്. ഒപ്പം ഈ റിയൽ താരങ്ങളെയാണ് ശരിക്കും രാഷ്ട്രീയത്തിൽ വേണ്ടത്. പക്ഷേ റിയൽ താരങ്ങളെയാണ് ഈ ഫാത്തിമ തഹ്ലിയും മറ്റുമൊക്കെ ഈ ഫോട്ടോഷൂട്ടിന് മാത്രം പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നു എന്ന ആരോപണം പോലും അവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അവർ ദേശീയ സെക്രട്ടറി സ്ഥാനം ഇന്നിപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ലീഗിലെ ഒരു മെമ്പർ എന്ന രീതിയിൽ മാത്രമാണ്. അത് നേരത്തെ എടുത്ത ഒരു മെമ്പർഷിപ്പാണ്. അവിടെ തന്നെ ഇത്ര നാള് തുടരുമോ എന്ന കാര്യം അറിയാൻ കഴിയില്ല. തൽക്കാലം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കില്ല. പക്ഷേ നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് എനിക്കിപ്പോഴും പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഫാത്തിമ തഹ്ലി അടക്കമുള്ള ആളുകൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണോ ഫാത്തിമ തഹ്ലി എന്ന് താൻ പാർട്ടി ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പുച്ഛിച്ച് തള്ളുകയായിരുന്നു, അല്ലെങ്കിൽ തിരിച്ചു തള്ളുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. അതായത് രാഷ്ട്രീയ എതിരാളികൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ആരോപണങ്ങളും അവർ ഫാത്തിമയ്ക്കെതിരെ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നു. ഹരിത വിവാദ കാലത്ത് ലൈംഗികാരോപണം ഒക്കെ ഉയർത്തിയെന്ന് പറയുന്ന കാര്യങ്ങൾ അന്ന് 4ാം ഖലീഫ എന്ന് പാണക്കാട് തങ്ങളെ ഫാത്തിമ തഹ്ലിയും കൂട്ടരും വിളിച്ചു. ഇതടക്കമുള്ള പല കാര്യങ്ങളുമാണ് ഇപ്പോഴും നൂർബിന റഷീദ് ആവർത്തിക്കുന്നത്. ശരി. തെരഞ്ഞെടുപ്പിൽ SDPA പോലെയുള്ള വർഗീയ സംഘടനകളുമായി ധാരണയില്ലെന്ന് പ്രകാശ് കാരാട്ട്. അവരെ CPM സമീപിച്ചിട്ടില്ല. UDF ആണ് വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. Our party's policy is that we do not have any understanding or truck with organizations which are communal in character or have an extremist nature. The case of SDPI here, if they adopt some tactics of their own, that is for them to decide. It's nothing to do with us. We have not gone out to discuss with them or arrive at any understanding. Unlike how the UDF has sought the welfare parties' support and come to an understanding. Even the local bodies, they had that understanding. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുക്കും. നടൻ ബോബി കുര്യനെയും അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനിയെയും ചോദ്യം ചെയ്യും. ഇരുവരും രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം അതിക്രമം നടന്ന ക്യാരവാൻ പോലീസ് കണ്ടെത്തി. എന്നാൽ ക്യാരവാനുള്ളിൽ CCTV ഇല്ലായിരുന്നു. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും മറ്റന്നാൾ കോടതി പരിഗണിക്കും. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പോലീസ് നിർണായക നടപടികളിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. അതോടൊപ്പം ഈ കൃത്യം നടന്നുവെന്ന് പറയുന്ന കാരവൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷൂട്ടിംഗ് സെറ്റിലായിരുന്ന കാരവൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തണം. ഇതിൽ കാരവന് പുറത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട്. കാരവനകത്ത് CCTV സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ല. പലപ്പോഴും പ്രൈവസിയുടെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അത്യപൂർവം ഇതിൽ മാത്രമാണ് അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പുറത്തുള്ള കാരവന് പുറത്തുള്ള ആ സമയത്ത് ഉണ്ടായ ആളുകൾ ആരൊക്കെയെന്ന് തിരിച്ചറിയുന്നതിനും അകത്തേക്ക് കയറിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സമയവും കാര്യങ്ങളും എല്ലാം കൃത്യപ്പെടുത്തുന്നതിന് വേണ്ടിയുമായിട്ട് കാരവന് പുറത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാകും. അത് അന്ന് ഷൂട്ടിംഗ് സെറ്റുകൾ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്, ആ സമയത്ത് ആരെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ പരിശോധിക്കുന്നുണ്ട്. അവരുടെ എല്ലാം തന്നെ മൊഴികൾ രേഖപ്പെടുത്തും. അത് നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെയുള്ളവരെ മൊഴികൾ രേഖപ്പെടുത്തിയായിരിക്കും അതിൻ്റെ ഒരു തുടർ നടപടികളിലേക്ക് പോകുക. വ്യാഴാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. കോടതിയിൽ ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ
ഹാജരാക്കുകയും വേണം, രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കുകയും വേണമെന്നടക്കം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അന്ന് കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് കൂടുതൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ ജാമ്യാപേക്ഷയെ എതിർക്കുക എന്നത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂടുതൽ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ അന്ന് രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന രീതിയിലാണ് ഒപ്പമുണ്ടായിരുന്നവരെ പോലീസ് വിലയിരുത്തുന്നത്. അന്ന് കാറിലൊപ്പമുണ്ടായിരുന്ന സഹസംവിധായകയും ഒരു നടനെയും ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ചോദ്യം ചെയ്യും. ഇവരെ പ്രതി ചേർക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം ഒരു പ്രതിയാണ് എന്നത് അറിഞ്ഞിട്ട് കൂടിയും ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന രീതിയിലാണ് പോലീസ് ഈ നീക്കത്തെ കാണുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് കൂടുതൽ വിശദമായ മൊഴിയെടുക്കണം. കാരണം ഇവർക്ക് ഈ കാര്യങ്ങൾ അറിയാവോ, അവരുടെ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിലേക്കും ഒരുപക്ഷെ പോലീസ് കടന്നേക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ അടുത്ത ഈ ശനിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പോലീസ് കോടതിയിൽ ഹാജരാക്കും. ഇതിൻ്റെ തെളിവെടുപ്പ് ഈ കാര്യം ശേഖരിച്ച വിവരങ്ങൾ അത്രയും കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നു. മൊഴിയെടുപ്പിൻ്റെ വിശദാംശങ്ങളും കോടതിയിൽ എത്തിച്ചുകൊണ്ട് രഞ്ജിത്തിൻ്റെ ജാമ്യം പ്രതിരോധിക്കാൻ തന്നെയാണ് പോലീസ് നീക്കം നടത്തുന്നത്. രഞ്ജിത്ത് ഇതിനു മുമ്പ് കേസിൽപ്പെട്ട സമാനമായ സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൂടി നേരത്തെ പോലീസ് അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഓർമ്മിപ്പിച്ചിരുന്നു. അതുകൂടി അന്ന് കോടതിക്ക് മുന്നിലെത്തും. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരുമെന്ന് US പ്രസിഡന്റ്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞു, ഇറാനെ സൈനികമായി തകർത്തുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗത്തിന് സമാനമായ അവസ്ഥയിൽ എത്തിക്കുമെന്നും പ്രസിഡന്റ് ഭീഷണി മുഴക്കി. We are in this military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless. അതേസമയം തങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണവും വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് 1400 പോയിന്റ് ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില $106 ഉയർന്നു. ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷവും നടത്തി. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, ഇതിപ്പോൾ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള തീരുമാനങ്ങൾ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നിടത്താണ് ജയിച്ചു പക്ഷേ ആക്രമണം തുടരും എന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനം. തൊട്ടു പിന്നാലെ ഇറാനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ അകലുകയാണോ? ഇപ്പോൾ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി വന്നിരുന്നു. ട്രംപ് ഒരു സമാധാന നീക്കം നടത്തുന്നു എന്നുള്ള രീതിയിലൊരു അഭ്യൂഹം വന്നതിന് പിന്നാലെ വിപണിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചതാണ്. അതായത് ക്രൂഡ് ഓയിൽ വില താഴേക്ക് പോകുന്നു, പല ഏഷ്യൻ രാജ്യങ്ങളുടെയും വിപണിയിൽ പുരോഗതി ഉണ്ടാകുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും പല നല്ല മാറ്റങ്ങളും ഉണ്ടായതാണ്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളെയും ആശങ്കയിലാക്കിക്കൊണ്ട് ഈ യുദ്ധം വീണ്ടും തുടരുന്നു എന്നതിൻ്റെ സൂചനകൾ ട്രംപ് തരുന്നത്. വ്യക്തമായി ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നതിനെപ്പറ്റി ട്രംപ് നിലവിൽ പറയുന്നില്ല. പകരം കുറച്ച് ഭീഷണികളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇറാന് നേരെയുള്ള സൈനിക നടപടി ഒരു 2-3 ആഴ്ച കൂടി തുടരും എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനുമായി നിലവിൽ ചർച്ചകളിലൂടെ ഒരു ഡീലിലേക്ക് എത്താനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായി ഇറാൻ ധാരണയിലായില്ലെങ്കിൽ അവരെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും എന്നതാണ് ട്രംപിന്റെ
ഇസ്രായേലിന്റെ ഭീഷണി. അതുമാത്രമല്ല ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ അത് ആക്രമണ വിധേയമാക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കുന്നുണ്ട്. ഇതിന് നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി വരുന്നുണ്ട്. അവരുടെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബാഗേയിയാണ് ഇപ്പോൾ ട്രംപിന് ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, വിദേശകാര്യ വക്താവ് പറയുന്നത്, ഇറാൻ തങ്ങൾക്ക് നേരെയുള്ള യാതൊരു ആക്രമണങ്ങളും വച്ചു പൊറുപ്പിക്കില്ല, ഇതൊന്നും ഇറാൻ സഹിച്ചുകൊണ്ട് നിൽക്കില്ല എന്ന് തന്നെയാണ്. അതായത് അമേരിക്ക ആദ്യം സംഘർഷങ്ങളിൽ ഏർപ്പെടും, പിന്നീട് വെടിനിർത്തൽ പ്രഖ്യാപിക്കും, പിന്നീട് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരും, പിന്നീട് വീണ്ടും തങ്ങളെ ആക്രമിക്കും. ഇത്തരത്തിൽ ഒരു സർക്കിളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനി ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് ഇറാന്റെ നിലവിലുള്ള പ്രതികരണം. മാത്രമല്ല അമേരിക്ക ഇറാന്റെ മിസൈൽ ശേഖരങ്ങളും അതുപോലെ തന്നെ സൈനിക ശേഷിയും പൂർണ്ണമായിട്ടും തകർന്നു എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 84 വയസ്സും 34 വയസ്സുമുള്ള 2 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. റോക്കറ്റിൽ നിന്ന് വീണ അവശിഷ്ടങ്ങൾ കാരണമാണ് ഈ പരിക്ക് എന്നും റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാഖിലുള്ള അമേരിക്കൻ എംബസിക്ക് നിലവിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ളതും അതുപോലെ തന്നെ ഇറാഖിലുള്ള ഇറാൻ അനുകൂല സായുധ സംഘങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളും എംബസിക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ലെബനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം അത് കൂടുതൽ കടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിപണിയിലും വലിയ തകർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സെൻസെക്സ് 1400 മുതൽ 1500 പോയിന്റ് വരെ ഇടിയുന്ന ഒരു അവസ്ഥയുണ്ടായി. നിഫ്റ്റി 400 പോയിന്റ് താഴേക്ക് വന്നു. ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ദിവസം $100 എന്നുള്ള നിലവാരത്തിൽ കുറച്ച് മെച്ചപ്പെട്ട് നിന്നെങ്കിലും ഇന്ന് അത് വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 106.29 എന്നുള്ള വിലയിലേക്ക് ക്രൂഡ് ഓയിലിന്റെ പ്രൈസും എത്തി. അപ്പോൾ ഇത്തരത്തിൽ വിപണിയെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിലെങ്കിലും ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കും എന്നുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ആ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്ക യാതൊരുവിധ ചരക്ക് നീക്കവും നടത്തുന്നില്ല. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും യുദ്ധം ഉടൻ അവസാനിക്കുന്ന അവസ്ഥയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പശ്ചിമേഷ്യൻ സംഘർഷം ഗുരുതരമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കായി സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട്, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. आज हम देख रहे हैं वेस्ट एशिया में बड़ा कॉन्फ्लिक्ट चल रहा है. केरल के बहुत सारे लोग इन देशों में रहते हैं और काम करते हैं, मगर उन्हें चिंता नहीं करनी चाहिए, क्योंकि हम अपने भारतीय नागरिकों की रक्षा और सुरक्षा के लिए हर कदम उठाने में किसी भी तरफ पीछे नहीं रहेंगे, बल्कि उसके लिए हम पूरी तरह से तैयार हैं. साथियों, कुछ लोग वेस्ट एशिया के इस कॉन्फ्लिक्ट के कारण कई तरह झूठ फैलाकर पैनिक फैलाना चाहते हैं. न तो देश में पेट्रोल डीजल की कमी है, न तो कुकिंग गैस सिलेंडर की कमी है, और भारत इस किसी भी एनर्जी क्राइसिस से निपटने के लिए पूरी तरह से तैयार है. हमारी नेवी स्ट्रेट ऑफ हार्मुज से भारतीय टैंकरों को सुरक्षित तरीके से निकाल रही है. ഇപ്പോൾ തിരുവനന്തപുരം ചിറയൻകീഴിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുന്നു. ശമ്പളമാണ്, പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നതെന്ന് ഓർത്ത്. And they told me how earlier they used to volunteer, but now they are expected to be available on duty 24 hours a day. അവർ പറയുകയായിരുന്നു, മുമ്പ് അവരെ സന്നദ്ധ പ്രവർത്തകരെ പോലെ കണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ അവര് 24 മണിക്കൂറും ജോലിക്ക് ഉണ്ടാകണം എന്ന നിഷ്കർഷയാണുള്ളത്. Again, the government showed a lack of understanding of their lives, of their problems. വീണ്ടും ആ ഗവൺമെന്റ് അവരുടെ ജീവിതവും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ ഒരു താല്പര്യവും കാണിച്ചില്ല. Today, when the prices of fuel are rising so much, one of the worst affected people are the fisher folk. ഇന്നിപ്പോ ഇന്ധനവില ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനാൽ ബാധിക്കപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. No opportunities have been given to you or created for you through the tourism sector. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടി യാതൊരു അവസരം ഉണ്ടാക്കുന്നില്ല. While the ports are taken over by big industrialists coming from outside Kerala, you have to suffer, you have to face your difficulties all on your own. കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന വലിയ വ്യവസായികൾ ഇവിടുത്തെ തുറമുഖങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടേണ്ടതും അത് അഭിമുഖീകരിക്കേണ്ടിയും വരുന്നത്. So as an MP
from Kerala, somebody who represents a small section of your state. I feel bad when I travel my constituency. പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയാണ്. വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇവിടെ ചിറയൻകീഴിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുകയാണ്. വിവാദ പ്രസ്താവനകളിൽ എന്ത് നടപടിയെടുത്താലും പിന്നോട്ടില്ലെന്ന് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ. താൻ വസ്തുത മാത്രമാണ് പറഞ്ഞത്, മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമാണ് അത് വർഗീയതയായി ചിത്രീകരിക്കുന്നതെന്നും B ഗോപാലകൃഷ്ണൻ ന്യൂസ് 18 പറഞ്ഞു. ഈ ഗുരുവായൂർ അമ്പലത്തിൽ 1980 ശേഷം വന്ന MLA-മാരുടെ പേര് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പേരെഴുതി വെച്ചാൽ എന്ത് രാഷ്ട്രീയം? ആ പേരെഴുതി വെച്ചിരിക്കുന്ന രാഷ്ട്രീയമാണ്, അതിലെന്ത് വർഗീയത? ഇവരൊക്കെ MLA-മാരല്ലേ? നാട്ടുകാർ ചോദിച്ചു തുടങ്ങി എന്താണ് വർഗീയത. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മതമോ ജാതിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് സ്ഥാനാർത്ഥിയുടെ ആയാലും പറയാൻ പാടില്ല, മറ്റ് നിങ്ങൾ വോട്ട് തേടുന്നവരുടെ ആയാലും പാടില്ല. ഇതൊക്കെ കൃത്യമായി ഈ ചട്ടത്തിൽ പറയുന്നതാണ്. 123 അറിയാത്ത ആളൊന്നും അല്ലല്ലോ ഗോപാലകൃഷ്ണൻ. ഇവിടെ 50 കൊല്ലമായിട്ട് വന്നിട്ടുള്ള ഏതാണ് MLA-മാരെന്ന് അവിടെ ഒരു ഫ്ലെക്സ് എഴുതി വെച്ചാൽ അതിലെന്താ തെറ്റ്? അതിനെപ്പറ്റി ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അത് രാഷ്ട്രീയമല്ലേ? നമ്മൾ മതം പറഞ്ഞും ജാതി പറഞ്ഞും വോട്ട് പേടിക്കരുത് എന്ന നിയമമുള്ള നാട്ടിലാണ്. മാത്രവുമല്ല, കേരളം ഒരു മതനിരപേക്ഷ നാടാണ്. നമ്മുടെ നാടിനെ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നതിനാണ് ഗോപാലകൃഷ്ണൻ എന്താ കേരളത്തിന്റെ യോഗിയാവാനാണോ ശ്രമിക്കുന്നത്? ഞാൻ താക്കറയാവാൻ ശ്രമിക്കുന്നതാണ് കുറെ ആൾക്കാർ പറയണേ. ഇതിലെ ഇതിനകത്തൊരു മതമില്ലെന്നേ. ആ ഫ്ലെക്സ് ബോർഡിൽ എവിടെയാ മതം? ഫ്ലെക്സ് ബോർഡിൽ ഞാൻ മതം എഴുതിയിട്ടില്ല. ഇത് നിങ്ങൾ ഓരോന്ന് വ്യാഖ്യാനിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? 50 കൊല്ലമായിട്ട് ഈ കുത്തക ഇങ്ങനെ ആക്കി നടത്താൻ അവർക്കാർക്കും ഒരു വിരോധമില്ല. ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഭയങ്കര പ്രശ്നമാണ്. B ഗോപാലകൃഷ്ണന്റെ ഭ്രാന്തിന് ജനങ്ങൾ മറുപടി നൽകുമെന്നാണ് ഗുരുവായൂരിലെ LDF സ്ഥാനാർത്ഥി NK അക്ബർ പറഞ്ഞത്. ഗുരുവായൂർ മതനിരപേക്ഷ നാടാണ്. ഗോപാലകൃഷ്ണന്മാരോട് മതമല്ല ഗ്യാസാണ് ജനം ചോദിക്കുന്നത്. ഗുരുവായൂരിന് വേണ്ടി BJP ഒന്നും ചെയ്തിട്ടില്ല, ജയിച്ചിട്ട് നന്ദി പറയാൻ പോലും വരാത്ത ആളാണ് സുരേഷ് ഗോപി എന്നും NK അക്ബർ ന്യൂസ് 18 പറഞ്ഞു. ശക്തമായ മത്സരം നടക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി NK അക്ബറാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിനോട് തന്നെ മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ ചോദിക്കാം. അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ് പ്രചരണം. എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? ആത്മവിശ്വാസം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് LDF വിജയിക്കും. അപ്പം തുടർച്ചയാണ് ഗുരുവായൂരിൽ. എന്തത്ര സംശയം? ഗുരുവായൂർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമാണ്. തിരിച്ചു പിടിക്കുമെന്നാണ് UDF പറയുന്നത്. തിരിച്ചെഴുതലാവും. അത് അവരുടെ പ്രവർത്തകർക്കും അവരുടെ നേതൃത്വം തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. വളരെ ദയനീയമായ പരാജയമാവും UDF-ന്. എന്താ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? വികസനം തന്നെ. വികസനല്ലേ? വികസനം ചർച്ച ചെയ്യാതിരിക്കാനല്ലേ വിവാദങ്ങൾ ഉണ്ടാക്കണേ? വികസനമാണ്. എത്രയോ കാലമായി ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നതെന്നായിരുന്നു ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം. സാധാരണ റെയിൽവേ മേൽപ്പാലം പണിയേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ റെയിൽവേ മേൽപ്പാലം കിഫ്ബി ഫണ്ടിൽ അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. എനിക്ക് 56 വയസ്സായി. 52 വർഷത്തെ പഴക്ക ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്ക്. അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. ഏറ്റവും വലിയ പൊതുമരാമത്ത് ഗസ്റ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത് ഗുരുവായൂരിലാണ്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ആളുകൾക്കൊന്ന് താമസിക്കാം. ചാവക്കാട് കോടതി സമുച്ചയം 32 കോടി രൂപ ചെലവഴിച്ച് ചാവക്കാട് കോടതി സമുച്ചയം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. 10.5 കോടി രൂപയുടെ ചാവക്കാട് താലൂക്ക് ആശുപത്രി അത് അതിൻ്റെ പ്രവർത്തനം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. 3 ഷിഫ്റ്റാണ് ഡയാലിസിസ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ 13ഓളം ഗവൺമെൻറ് സ്കൂളുകൾ വാടക കെട്ടിടത്തിലായിരുന്നു. ഇപ്പോൾ എല്ലാ സ്കൂളുകൾക്കും സ്വന്തം സ്ഥലമായി കെട്ടിടമാവുകയാണ്. ഉന്നത വിദ്യാഭ്യാസം പ്രയാസകരമായിരുന്ന ഇവിടെ കേരള ഫിഷറീസ് സർവകലാശാലയുടെ സബ് സെൻറ്റർ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി നാടിന് സമർപ്പിച്ചത്. കാലവർഷക്കെടുതിയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായാൽ ആളുകൾ സ്കൂളുകളിലാണ് താമസിപ്പിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ ഇതിൻ്റെ തൊട്ടടുത്താണ് പണി പൂർത്തിയാക്കിയത്. അഞ്ചങ്ങാടി വളവിലെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. 95% റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർന്നു. ഞാൻ അങ്ങനെ പറയാൻ നിന്നാൽ പിന്നെ വേറെ ഒന്നും പറയാനുണ്ടാവില്ല.
അല്ല ഈ വികസനമാണെന്ന് പറയുമ്പോൾ പോലും അതായത് ഗോപാലകൃഷ്ണനോട് ജാതിയല്ല മതമല്ല ഗ്യാസാണ് ജനം ചോദിക്കുന്നത് എന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഹരിപ്പാട് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ്. UDF-നായി സിറ്റിംഗ് MLA രമേശ് ചെന്നിത്തല ഇത്തവണ രംഗത്തുള്ളപ്പോൾ LDF-നായി CPI ദേശീയ കൗൺസിൽ അംഗം ജിസ്മോൻ മത്സരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി സന്ദീപ് വാചസ്പതി കൂടി എത്തിയതോടെ ഹരിപ്പാട് മണ്ഡലം കടുക്കുകയാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ ഇത്തവണ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയും കൂടിയായ രമേശ് ചെന്നിത്തലയാണ്. സമയം കിട്ടുന്നുണ്ടോ ഇത്തവണ എല്ലായിടത്തും ഓടിയെത്താൻ? സമയമില്ല, ഏറ്റവും കുറഞ്ഞ സമയമാണ്. മാത്രമല്ല എനിക്ക് കേരളം മുഴുവൻ പ്രചാരണ പരിപാടികളുണ്ട്. പ്രചരണ സമിതിയുടെ ചെയർമാനാണ്. അപ്പൊ എല്ലായിടം പോകണം. രണ്ടും കൂടെ സമയമില്ലായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നം. മണ്ഡലത്തിൽ കുറച്ച് സമയത്തേക്ക് വരാൻ പറ്റുന്നുള്ളൂ. അതെ, ആകപ്പാടെ നോമിനേഷൻ കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ജനങ്ങളായിട്ട് എപ്പോഴും ഞാൻ ബന്ധമുള്ള ആളല്ലേ, പുതിയ ആളൊന്നുമല്ല. ഇപ്പം എല്ലാം കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത്രയും ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് അവരെന്നെ പൂർണ്ണമായും അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ഹരിപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അപ്പം അമ്മ മരിച്ചു, ഇപ്പം അമ്മയാണ്. അപ്പം അതുകൊണ്ട് അമ്മയെ മകനെ ഒരിക്കലും തള്ളിക്കളയില്ലല്ലോ, ആ വിശ്വാസമാണ്. ആത്മവിശ്വാസമുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ ചൂട് പിടിച്ച ചർച്ച നടക്കുന്നത് SDPI വിവാദമൊക്കെയാണ്. മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം വരുന്നു. UDF വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നേടുന്നു എന്നൊക്കെ പറയുന്നു. അവർ പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ SDPI വിവാദത്തിൽ നിലവിൽ CPIയും PDP ഒക്കെ അവര് സ്വാധീനിച്ച് അവരുടെ വോട്ട് വാങ്ങിക്കാൻ അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ് CPI. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ അത് തിരിച്ചറിയുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ നിലവിൽ G. സുധാകരൻ അടക്കമുള്ള ആളുകൾ മടങ്ങി വന്നിരിക്കുന്നത്, അതായത് പുതിയൊരു തെരഞ്ഞെടുപ്പ് ആലപ്പുഴയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇന്നലെ ഞാനവിടെ പോയത് വലിയ മുന്നേറ്റമാണ്. ജനങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം, സാധാരണ പാർട്ടി പ്രവർത്തകരൊന്നുമില്ല, ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം. ആലപ്പുഴയ്ക്ക് ഇത്തവണ UDF അധികാരത്തിൽ വന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവും. എങ്ങനെ പോകുന്നു ഇടതുപക്ഷത്തിന്റെ ഹരിപ്പാട് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ? തീർച്ചയായും ഒരു വലിയ മാറ്റത്തിന്റെ കാക്കളമാണ് ഹരിപ്പാട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഹരിപ്പാടിന്റെ വികസന മുരടിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പദ്ധതികളുണ്ട്. അതിൽ ആലപ്പുഴ ജില്ലയിലെ 8 മണ്ഡലങ്ങളിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ ഈ ഹരിപ്പാട് മാത്രമാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ, ആശുപത്രിയുടെ ശോചനീയാവസ്ഥ, കുടിവെള്ളം കിട്ടാനില്ലാത്ത സാഹചര്യം. അപ്പം അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഹരിപ്പാട് ഇത്തവണ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ BJPയുടെ ഒരു പ്രവർത്തനമാണ്. കാരണം നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് പാറ്റേണിൽ ഹരിപ്പാട് വലിയ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ഹരിപ്പാട്? അതെങ്ങനെയാണ്? അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം BJPയുടെ വോട്ട് പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ വോട്ട് കോൺഗ്രസിന് പോകുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കിട്ടുന്ന വോട്ട് ഷെയറുകളൊന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാറില്ല. അതുകൊണ്ട് BJPയുടെ വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം മുതുകുളം ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ദീപ്, ഇത്തവണ ഹരിപ്പാടിന് ഒരു വ്യത്യസ്തതയുണ്ട്. നിങ്ങൾ ശക്തമായ ഒരു മത്സരം വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ ഹരിപ്പാട് ചരിത്രം സൃഷ്ടിക്കപ്പെടും. കാരണം ഹരിപ്പാട് എന്നുള്ളത് ഇത്രകാലം അഡ്ജസ്റ്റ്മെന്റ് മത്സരങ്ങൾ കണ്ട ഒരു മണ്ഡലം. ഇത്തവണ നമ്മൾ ആ പൊന്നാവരം കൊണ്ട് പൊളിക്കും. അത് ജനങ്ങളുടെ തീരുമാനമാണ്. ഞാൻ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുന്നു. ഇത്തവണ നിങ്ങൾ കണ്ടു ചരിത്രം. അങ്ങനെ ഒരു പൊന്നാവരം കോട്ട പൊളിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് കണക്കുകൾ? NDAയുടെ കണക്കുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 1345. ആത്മവിശ്വാസമാണ്. പക്ഷേ UDF പറയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ തിരിച്ചു വന്നതാണ്. ഇല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 40,000 അടുത്തോട്ട് സ്വാഭാവികമാണല്ലോ. കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വ്യക്തിപരമായി പോകുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് കുറെ സീറ്റുകൾ കൂടുതൽ കിട്ടിയത് കൊണ്ട് നമുക്ക് വോട്ട് 47,000 ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ 40,000 അടുത്ത് അപ്പോഴും നമുക്ക് വോട്ടുണ്ട് ഇത്തവണ. അതുകൊണ്ടാണ് ഞങ്ങൾ. അത് മാത്രമല്ല, നിങ്ങൾ ഈ മണ്ഡലത്തിലൊന്ന് യാത്ര ചെയ്താൽ മനസ്സിലാകും. ഇപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് വ്യക്തിപരമായി അദ്ദേഹം വളരെ ഔന്നത്യമുള്ള ഒരാളാണ്. ഒരുപക്ഷെ എന്നെക്കാട്ടിൽ വലിയ രാഷ്ട്രീയ പരിചയവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് 26ാം വയസ്സിൽ അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ എത്തുന്നയാളാണ്. അദ്ദേഹം KSU ആയിട്ടാണ് ഇവിടെ വരുന്നത്. അദ്ദേഹം KSU ആയി, യൂത്ത് കോൺഗ്രസ് ആയി, KPCC ആയി, KPCC അധ്യക്ഷനായി, AICC ആയി, AICCയുടെ വർക്കിംഗ് മെമ്പറായി, മന്ത്രിയായി, MLA ആയി, പ്രതിപക്ഷ നേതാവായി, ആഭ്യന്തരമന്ത്രിയായി. അദ്ദേഹത്തിന്റെ ഗ്രാഫ് വലിയ രീതിയിൽ ഉയർന്നു.
ഹരിപ്പാടിന് എന്താ തിരിച്ചു കിട്ടിയത്? നിങ്ങൾ ഹരിപ്പാടിന്റെ ഒരവസ്ഥ നോക്കാൻ മനസ്സിലാകും. റോഡെന്ന് പറയുന്നൊരു സങ്കല്പമില്ല. വളരെ അപൂർവമായി മാത്രമേ നല്ല റോഡുകളുള്ളൂ. നമ്മളെ ഈ വണ്ടി തന്നെ 4 തവണ ഞങ്ങൾ റിപ്പയർ ചെയ്ത് ഒടിഞ്ഞു പോയി. ഇവിടെ പോയാൽ മനസ്സിലായി. എന്റെ അപ്പിലൊന്നും പറയല്ല. ഗ്രാമങ്ങളിലേക്ക് ചെല്ലണം, റോഡില്ല. പിന്നെ കുടിവെള്ളം നമ്മളത് ആലോചിച്ച് ഒരു മണ്ഡലത്തിൽ കുടിവെള്ളം എന്നുള്ളത് വികസനമാണോ? അല്ലല്ലോ. കുടിവെള്ളം എന്നുള്ളത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് അല്ലേ? ഒരു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആ ഒരു ടാങ്ക് പണിതിട്ട് 15 വർഷമായി. എന്താ ഇതിന് വേറെ ജോലി? സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കണ്ടേ? വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. കുടിവെള്ളം കൊടുത്തിട്ടുണ്ടോ? റോഡുകളുണ്ടോ? നല്ലൊരു ആശുപത്രി. അദ്ദേഹം എത്ര കാലമായി ഇവിടെ? അദ്ദേഹം ഉന്നത നേതാവായില്ലേ? ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് അദ്ദേഹം എത്ര കാലം വാഗ്ദാനം ചെയ്തു? എവിടെ മെഡിക്കൽ കോളേജ്? ശരിയാണ്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ലക്ഷണം ഹരിപ്പാട് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് ഹരിപ്പാടിനെ നയിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇവിടെ നേരത്തെ കണ്ട ഒരു പാറ്റേണിൽ നിന്ന് മാറി മത്സരം ത്രികോണ തലത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഹരിപ്പാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഇന്ന് പെസഹ വ്യാഴം. യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കുകയാണ് വിശ്വാസികൾ. പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ ഒരുപാട് സന്തോഷവും ഒരുപാട് സമാധാനവും അനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുറിച്ചു പങ്കിട്ടതുപോലെ നമുക്ക് മുറിച്ചു പങ്കിടാൻ കഴിവുള്ളവരാകാം. കർത്താവ് കാല് കഴുകി വിനയത്തിൻ്റെ അടയാളം പ്രകടിപ്പിച്ചതുപോലെ വിനീതരായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കരം കൊടുക്കുന്ന നല്ല സമ്പ്രദായക്കാരാകാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പാമ്പാടി ദേറായിൽ പെസഹ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പുലർച്ചെ 2 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിച്ചു. ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിപ്പാൻ വളരെ ആഗ്രഹിച്ചു. എന്നാൽ ദൈവരാജ്യത്തിൽ വെച്ച് നിവർത്തിതമാകുന്നവരെ കർത്താവിൻ്റെ മരണവും തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയതും നാം ഓരോരുത്തരും ഭാഗിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി മുറിക്കപ്പെട്ടവരായി മറ്റുള്ളവർക്ക് രക്ഷ നൽകുന്നവരായി തീരണം എന്നുള്ളതായ വലിയ സന്ദേശമാണ് വിശുദ്ധ കുർബാനയിൽ കൂടി നമുക്ക് നൽകുന്നത്. ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശരീരരക്തങ്ങൾ ദാനമായി നൽകിയത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്, ഓരോരുത്തർക്കും വേണ്ടിയല്ല. അതുകൊണ്ട് നാമും നമ്മുടെ ജീവിതവും എല്ലാവർക്കും വേണ്ടി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും പ്രയോജനകരമായി തീരത്തക്കവണ്ണം ആക്കുമ്പോഴാണ് നാം വിശുദ്ധ കുർബാനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത്. ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ക്രിസ്തുദേവൻ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിൻ്റെ സ്മരണ പുതുക്കലാണ് ക്രൈസ്തവർക്ക് പെസഹ ദിനാചരണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽകഴുകൽ ശുശ്രൂഷ തന്നെയാണ്. എളിമയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാം പ്രതീകമായി ക്രിസ്തുദേവൻ തൻ്റെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്നത് ഓർമ്മ പുതുക്കിക്കൊണ്ട് അതിൻ്റെ ദിനാചരണ ചടങ്ങുകളാണ്, ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ദേവാലയങ്ങളിൽ നടന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ കഴുകിക്കൊണ്ട്
പുരോഹിതൻ ഒരു സ്മരണ പുതുക്കൽ ചടങ്ങുകൾ ഇന്ന് ദേവാലയങ്ങളിൽ നടക്കുന്നു. എറണാകുളത്ത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ്. അവിടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഇതോടൊപ്പം തന്നെയാണ് വിവിധ ദേവാലയങ്ങളിലും ചടങ്ങുകൾ നടന്നു. ഇതോടൊപ്പം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നുകൂടി ഈ പെസഹയ്ക്ക് വിശേഷണമുണ്ട്. ഹീബ്രു ഭാഷയിൽ കടന്നുപോകൽ എന്നാണ് പെസഹയുടെ അർത്ഥം. അതുപോലെ ഭവനങ്ങളിൽ ഓരോരുത്തരും തന്നെ കുടുംബനാഥൻ ഈ തിരുവത്താഴത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് കുടുംബനാഥൻ പുളിപ്പില്ലാത്ത അപ്പം കുടുംബാംഗങ്ങൾക്ക് പകർന്നു നൽകുക എന്നൊരു ചടങ്ങ് കൂടി വീടുകളിൽ നടക്കും. വൈകുന്നേരങ്ങളിൽ അത്തരമൊരു ചടങ്ങ് കൂടി നടക്കും. പിന്നീടുള്ള ഈ ഒരു വിശുദ്ധ വാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ദിവസം ഓശാന ഞായരോടുകൂടി തുടങ്ങിയ ദിവസം ഇപ്പോൾ പെസഹ ആചരണത്തിന്റെ പെസഹ ദിനത്തിലേക്ക് എത്തുന്നു. തുടർന്ന് ദുഃഖവെള്ളി അടക്കമുള്ള പീഠാനുഭവ വാരത്തിന്റെ കൂടി ചടങ്ങുകളിലേക്ക് വരും ദിവസം കടക്കും. എന്തായാലും പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകൾക്ക് വിവിധ മതമേലധ്യക്ഷന്മാർ തന്നെ നേതൃത്വം നൽകി. ലത്തീൻ സഭ പള്ളികളിൽ വൈകിട്ടാണ് പെസഹ ദിനാചരണ ചടങ്ങുകൾ നടക്കുന്നത്. അരമായ ഭാഷയിലുള്ള സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് കേരളീയ നൃത്താവിഷ്കാരം. തൃശൂർ അതിരൂപതയുടെ മീഡിയ കത്തോലിക്ക യൂട്യൂബ് ചാനലാണ് പുത്തൻ ദൃശ്യവിരുന്നായി ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. നെല്ലിക്കുന്ന് പ്രവർത്തിക്കുന്ന അർപ്പണ ഡാൻസ് അക്കാദമി ഡയറക്ടർ ജോബ് മാസ്റ്ററാണ് ഈ നൃത്താവിഷ്കാരത്തിന്റെ കൊറിയോഗ്രാഫർ. 7 കലാകാരികൾ അണിനിരക്കുന്ന ഭരതനാട്യ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ നൃത്തവിരുന്ന് വലിയ ആധ്യാത്മിക നിറവ് സമ്മാനിക്കുന്ന ഒന്നാണ്. ഓർമ്മിച്ച നാൾ മുതൽ കേട്ടുപഠിച്ച ഇപ്പോഴും മനസ്സിൽ ഈ നിമിഷം വരെയുള്ളൊരു പ്രാർത്ഥന. കലാലോകത്ത് വന്നതിന് ശേഷം വളരെയധികം ആഗ്രഹമായിരുന്നു ഈ പ്രാർത്ഥന നൃത്തരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം. ദൈവം തന്ന കലയ്ക്ക് എനിക്കൊരു മറുപടി, ദൈവത്തിന് ഒരു ദക്ഷിണയെ കൊടുക്കണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം ഈശോ എനിക്ക് നിറവേറ്റി തന്നിരിക്കുകയാണ്. അഭിവന്ദ്യ ടോണി നീലങ്കാവൽ പിതാവിൻ്റെ അടുത്ത് ഞാൻ ഈ ആശയം പറഞ്ഞപ്പോൾ അച്ഛൻ ഉടനെ തന്നെ മീഡിയ കത്തോലിക്കയുടെ ഡയറക്ടറായ ഫാദർ അൽച്ചോയെ വിളിച്ച് ഇതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് പറഞ്ഞത്. പാശ്ചാത്യ സംഗീതത്തിൽ ഭാരതീയ നൃത്തച്ചുവടുകൾ അലിഞ്ഞു ചേരുമ്പോൾ മികച്ച ഫ്യൂഷനായി മാറുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മീഡിയ സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാദർ പ്രതീഷ് കല്ലറക്കലിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. നെല്ലിയാമ്പതിയിൽ വീണ്ടും ചില്ലിക്കൊമ്പനെത്തി. റോഡരികിലെ എസ്റ്റേറ്റിലെ പ്ലാവിൽ നിന്ന് ചക്ക ആന ഭക്ഷിച്ചു. ജനവാസ മേഖലയിൽ ആന എത്തുന്നത് പതിവായതായി നാട്ടുകാർ പറയുന്നു. കണ്ണൂർ കണ്ടാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞു. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആന എഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്ര പരിസരത്ത് തളച്ച ആന ചങ്ങല പൊട്ടിച്ച് ആളുകളുടെ ഇടയിലേക്ക് എത്തുകയായിരുന്നു. ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്ത നിരവധി വാഹനങ്ങൾ തകർത്തു. റോഡിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച ആനയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തളച്ചത്. അൻപത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക്. നാസയുടെ ആർട്ടിമസ് 2ാം ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 വിക്ഷേപണം. 4 പേരാണ് സംഘത്തിലുള്ളത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് SLS റോക്കറ്റ് കുതിച്ചുയർന്നത്. 1972 അപ്പോളോ 17 അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത്. 54 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് നാസ നിർണായകമായ ഈ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആ പരീക്ഷണത്തിന്റെ ഭാഗമായുള്ള ആർട്ടിമസ് 2 വിക്ഷേപണം വിജയകരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 ആയിരുന്നു ആർട്ടിമസ് 2വിന്റെ വിക്ഷേപണം നടന്നത്.
നാസയുടെ തന്നെ പ്രധാനപ്പെട്ട വിക്ഷേപണ കേന്ദ്രം ആയിട്ടുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ആണ് ആർട്ടിമസ് 2 വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ദൗത്യവുമായി പുറപ്പെട്ട ഈ പേടകത്തിൽ 4 സഞ്ചാരികൾ ആണ് ഉള്ളത്. ആ സഞ്ചാരികൾ ഇവരാണ് റീഡ് വെസ്മാൻ, വിക്ടർ ഗ്ലോവർ. റീഡ് വെസ്മാൻ ആണ് ഈ സംഘത്തെ നയിക്കുന്നത്. വിക്ടർ ഗ്ലോവർ ആണ് ഈ സംഘത്തിന്റെ പൈലറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നത്. എടുത്തു പറയേണ്ടത് ക്രിസ്റ്റീന കോച്ച് എന്ന വനിതയും ഈ സംഘത്തോടൊപ്പമുണ്ട്. ബഹിരാകാശ യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള വനിത കൂടിയാണ് ക്രിസ്റ്റീന. ജെറമി ഹാൻസൺ എന്നത് CSIയുടെ അംഗം ആണ് എന്നതാണ്. കനേഡിയൻ സ്പേസ് അതോറിറ്റിയുടെ അംഗം ആണ് എന്നതാണ്. ഒപ്പം മറ്റ് 3 യാത്രികരും അമേരിക്കയിൽ നിന്നാണ് എങ്കിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള യാത്രികൻ ആണ് ജെറമി എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ 56 ലക്ഷം പേരുടെ പേരുകളും മറ്റു വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു ഡിജിറ്റൽ ആർക്കൈവും ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് നാസയുടെ പരീക്ഷണങ്ങൾ ഒപ്പം ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം പേരുകൾ ഉൾപ്പെടുന്ന ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്റ് കൂടി കൊണ്ടുപോയിട്ടുള്ളത് എന്നതാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ദൗത്യത്തിനു വേണ്ടി വിക്ഷേപിച്ചത് എന്നത് SLS എന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നു പേരുള്ള റോക്കറ്റ് ആണ്. നാസയുടെ ഏറ്റവും ശക്തി കൂടിയ വിശ്വാസയോഗ്യമായ റോക്കറ്റ് ആണ് ഈ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. 32 നിലകൾ ആണ് ഈ റോക്കറ്റിനുള്ളത് എന്നതുകൂടിയാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഓറിയോൺ പേടകത്തിൽ ആണ് ഈ സഞ്ചാരികൾ ഉള്ളത്. ഈ ഓറിയോൺ പേടകത്തിൽ 4 സ്വകാര്യ അറകളും അതോടൊപ്പം തന്നെ ശുചിമുറിയുമുണ്ട്. ഒപ്പം ഈ സഞ്ചാരികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക ഭക്ഷണം, ആവശ്യത്തിനുള്ള വെള്ളം, ഓക്സിജൻ എന്നിവയും ഓറിയോണിൽ കരുതിയിട്ടുണ്ട്. 4 സഞ്ചാരികളും ദിവസങ്ങളായി ക്വാറന്റൈനിൽ ആയിരുന്നു. പുറംലോകവുമായി ബന്ധമൊന്നുമില്ല. ഇവർക്ക് വേണ്ട അവശ്യ മെഡിസിനുകൾ ഉൾപ്പെടെ ആണ് ഈ ഓറിയോൺ പേടകത്തിൽ ഉള്ളത്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ചൊവ്വാ ദൗത്യം അടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചന്ദ്രനിലേക്ക് 54 വർഷങ്ങൾക്ക് ശേഷം 4 പേരടങ്ങുന്ന സംഘമാണ് ചന്ദ്രനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രനിൽ ഇറങ്ങില്ല, ചന്ദ്രനെ വലം വെച്ച് സംഘം തിരിച്ചെത്തും എന്നാണ് വിവരം. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, മലേഷ്യ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പുണ്ട്. ടെർനേറ്റ് നഗരത്തിന് 127 കിലോമീറ്റർ അകലെ കടലിൽ 35 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം. US ജിയോളജിക്കൽ സർവേ വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ വരെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ തീരങ്ങളിൽ തിരമാലകൾ 1 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 280 ദശലക്ഷം ആളുകളാണ് ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹങ്ങളിൽ താമസിക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 13,880, പവന് 1,11,40. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,470, പവന് 91,760. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം.